നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും ഇത്തരമൊരു വാഗ്ദാനം കണ്ടാൽ ഓടിക്കൂടുകയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ. കൂട്ടിന് കുടുംബശ്രീയുണ്ട്. NGO കോൺഫെഡറേഷൻ്റെ പേരിലായിരുന്നു തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് അനന്തുകൃഷ്ണൻ. എന്നാൽ അയാൾക്കൊപ്പമുള്ള ഫോട്ടോകൾ നോക്കിയ സാധാരണ ജനങ്ങൾ അമ്പരന്നുപോയി. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ അയാൾക്കൊപ്പമുണ്ട്. എന്തിനേറെ NGO കോൺഫെഡറേഷൻ്റെ ഉന്നത നേതാവ് അനന്തകൃഷ്ണനടക്കം. അനന്തകൃഷ്ണന് എല്ലാ മാസവും ഇയാൾ കൈമാറിയിരുന്നത് 10 ലക്ഷം രൂപ വീതം. ഇപ്പോഴിതാ 600 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പിൻ്റെ കഥയാണ് പുറത്തു വരുന്നത്. തട്ടിപ്പിനിരയായത് ഏകദേശം 33,000-ഓളം ആളുകൾ. എല്ലാവരും കേരളത്തിൽപ്പെട്ടവർ. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അനന്തുകൃഷ്ണൻ കബത്തിയടിച്ചു. അയാൾക്ക് കൂട്ടിനുണ്ടായിരുന്നത് ഉന്നത രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, പോലീസ് അസോസിയേഷനും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ. പ്രസ് ക്ലബ്ബുകളും പത്രമാധ്യമ സ്ഥാപനങ്ങളുമൊക്കെ അയാൾക്കൊപ്പം നിന്നു. അയാളുടെ പ്രചരണത്തിനായി അയാൾ ഉപയോഗിക്കാത്ത സംവിധാനങ്ങളില്ല. രാഷ്ട്രീയ നേതാക്കൾക്കും MLA-മാർക്കുമൊക്കെ അയാൾ കൃത്യമായി മാസപ്പടി നൽകി. ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ കുഴയുകയാണ് ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ്. തൊട്ടാൽ കൈപൊള്ളും എന്നതാണ് അവസ്ഥ. ആദ്യം BJP നേതാവ് രാധാകൃഷ്ണനെ ഇരയായി കിട്ടി. എന്നാൽ തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി മുതൽ കേരളത്തിലെ മന്ത്രിമാർ വരെ എല്ലാവരും ഇയാളും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തു വരുന്നു. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് അടക്കമുള്ളവർക്ക് ഈ കേസുമായി നേരിട്ട് ബന്ധം. പണം കണ്ടാൽ കമിഴ്ന്നു വീടുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇയാൾക്ക് മുകളിൽ കമിഴ്ന്നു വീണു. ഇയാളുടെ മാസപ്പടി ഡയറി ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലാണ്. ഈ ഡയറി നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ് പോലീസും ആഭ്യന്തര വകുപ്പും. കേസെടുത്താൽ ഭരണകക്ഷി അടക്കം അടപടലം വീഴും. ഇത്ര വലിയ തട്ടിപ്പ് ഇതൊരു CBI അന്വേഷണത്തിന് വിധേയമാക്കിയാൽ മാത്രമേ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരൂ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പോലും ഒരുപാട് തടസ്സങ്ങൾ. ഭയം തന്നെയാണ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്ക്. ആരൊക്കെ ഈ തട്ടിപ്പിനിരയായി എന്നിടത്തല്ല, ആരൊക്കെ ഇതിൽ കുരുങ്ങും എന്നിടത്താണ് ഇപ്പോൾ ആശങ്ക. പാതി വിലയ്ക്ക് നടന്ന സ്കൂട്ടർ തട്ടിപ്പിന് പിന്നാലെയായിരുന്നു ആദ്യം അന്വേഷണമെങ്കിൽ ഇപ്പോൾ സ്കൂട്ടർ മാത്രമല്ല, നിരവധി വസ്തുക്കളുടെ പേരിൽ ഇയാൾ പാതി വില തട്ടിപ്പ് നടത്തി. നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ മറവിലായിരുന്നു ഈ തട്ടിപ്പുകൾ. ആജീവനാന്ത അധ്യക്ഷൻ KN അനന്തകുമാറും ദേശീയ സെക്രട്ടറി അനന്തകൃഷ്ണനും ചേർന്ന് കോടികൾ തട്ടിയെടുത്തു. ഈ പണം ഉപയോഗിച്ച് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവർ വസ്തുവകകൾ വാങ്ങിക്കൂട്ടി. ഒരുപാട് പണം വിദേശത്തേക്ക് കടത്തി. ഇതിനിടയിൽ അനന്തകൃഷ്ണൻ വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ പോലും നടത്തി. കേരളം മരപ്പൊട്ടന്മാരുടെ നാടാണോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഈ തട്ടിപ്പിന് ഉപയോഗിച്ചതാവട്ടെ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി. കുടുംബശ്രീ അടക്കം എല്ലാ സംവിധാനങ്ങളും തട്ടിപ്പിനായി അയാൾ ഉപയോഗിച്ചു. ഈ തട്ടിപ്പിന് വേണ്ടി ആസൂത്രണം ചെയ്ത പദ്ധതിയൊക്കെ കേട്ടാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും. സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി പകുതി വിലയ്ക്ക് തയ്യൽ മെഷീൻ, 2 വീലർ, ജൈവവളം, സ്കൂട്ടർ എന്നിവ വിതരണം ചെയ്യുമെന്ന അറിയിപ്പാണ് നമ്മുടെ കേരളത്തിൽ അങ്ങ് വൈറലായത്. ഈ അറിയിപ്പ് നൽകിയതാവട്ടെ NGO കോൺഫെഡറേഷൻ്റെ ഉന്നത നേതാവ് അനന്തകുമാറും. ഇതിനായി വിവിധ ജില്ലകളിൽ നിന്ന് സന്നദ്ധ സംഘടനകളെ തെരഞ്ഞെടുത്തു. 2021 തട്ടിപ്പുകളുടെ തുടക്കം. അതിൻ്റെ ഭാഗമായി പദ്ധതിയിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനായി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പ്രത്യേക സംവിധാനം. NGO സംവിധാനങ്ങളെയൊക്കെ ഇവർ തങ്ങളുടെ കുടക്കീഴിലാക്കി. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരിൽ നിന്നും 50% തുക ഈടാക്കി നാഷണൽ NGO കോൺഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം അനന്തുകൃഷ്ണന്റെ കമ്പനികളുടെ പേരിലേക്ക് മാറ്റി. അനന്തുകൃഷ്ണന്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് തന്നെ കോടിക്കണക്കിന് രൂപ. 21 അക്കൗണ്ടുകളിലായി നടന്നത് 600 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പ്. വേറെയും തട്ടിപ്പുകൾ നടന്നു എന്ന് പോലീസ് പ്രാഥമിക വിലയിരുത്തൽ. പാതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം എന്ന തട്ടിപ്പിനിരയായി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിരവധി ആളുകളാണ് കേരളത്തിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളുമായി എത്തുന്നത്. ഈ പരാതികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുകയാണ് പോലീസ്. ഏകീകൃത സംവിധാനം ഇതുവരെ ഈ തട്ടിപ്പ് കേസിൽ ഏർപ്പെടുത്തിയിട്ടില്ല. ഓരോ പോലീസ് സ്റ്റേഷനുകളിലും പരാതി സ്വീകരിച്ചാൽ അന്വേഷിക്കാൻ പ്രത്യേക സംവിധാനങ്ങളില്ല. അത്രയധികം പരാതികളാണ് ഇപ്പോൾ ഒഴുകുന്നത്. ഇടുക്കി മുതൽ കണ്ണൂർ വരെ സകലമാന ജില്ലകളിൽപ്പെട്ട നേതാക്കളും ഇപ്പോൾ നക്ഷത്രമെണ്ണുകയാണ്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഇപ്പോൾ പറയുന്നു, തൻ്റെ കീഴിലുള്ള സൊസൈറ്റി വഴി ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയ തുക തിരികെ നൽകാമെന്ന്. മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നജീബ് കാന്തപുരത്തിൻ്റെ കീഴിലാണ്. ഈ ഫൗണ്ടേഷൻ വഴി
ഇതുവരെ കളക്ട് ചെയ്തത് 1,80,00,000 രൂപ. ഈ പണമൊക്കെ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് ഒഴുകി. എന്നാൽ ഗുണഭോക്താക്കൾക്ക് ഇതുവരെ സാധനങ്ങൾ ലഭിച്ചില്ല, സ്കൂട്ടറും ലഭിച്ചില്ല. ഈ പണം പലരിൽ നിന്നായി പിരിവെടുത്ത് ഉപഭോക്താക്കൾക്ക് നേരിട്ട് തിരിച്ചു നൽകുമെന്ന് നജീബ് കാന്തപുരം പറയുന്നു. തട്ടിപ്പ് പണം തിരികെ കൊടുത്താൽ കേസിൽ നിന്ന് തടിയൂരാൻ കഴിയുമോ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാകുന്നു. ഇത്തരം തട്ടിപ്പുകൾക്ക് നജീബ് കാന്തപുരം കൂട്ടുനിന്നുവെങ്കിൽ നജീബിനെയും പ്രതിയാക്കേണ്ടേ? അങ്ങനെയെങ്കിൽ കേരളത്തിലെ മിക്ക നേതാക്കളെയും പ്രതിയാക്കേണ്ടി വരുമെന്ന് നജീബ് കാന്തപുരം. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ കേരളത്തിലെ NGOകളെ വേട്ടയാടുകയാണ് സർക്കാരും ആഭ്യന്തര വകുപ്പുമെന്ന പരാതി ഉയരുന്നു. എന്നാൽ തട്ടിപ്പിന് കൂട്ടുനിന്നത് ഓരോ പ്രദേശങ്ങളിലെയും NGOകളാണ്. അനന്തകൃഷ്ണനെ പോലെയുള്ള തട്ടിപ്പുകാർ ഇത്തരം തട്ടിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ എന്തുകൊണ്ട് ജാഗ്രതയോടെ ഇക്കാര്യങ്ങൾ NGO സംവിധാനങ്ങൾ അന്വേഷിച്ചില്ല? കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിൽ നിന്നായി ഓർഗനൈസ്ഡ് കൊള്ളയാണ് നടന്നത്. അതിന് കൂട്ടുനിന്നവരാവട്ടെ ഉന്നത രാഷ്ട്രീയ നേതാക്കളും. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN അനന്തകുമാർ മുഖ്യപ്രതിയാകും. അനന്തകുമാർ ഇഷ്ടംപോലെ പണം കൊള്ളയടിച്ചു എന്നതിൻ്റെ കൃത്യമായ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ അനന്തകുമാറിനെയും മുഖ്യപ്രതിയാക്കാൻ പോലീസ് തീരുമാനിച്ചു. ഇയാൾക്ക് പുറമെ നാഷണൽ NGO കോൺഫെഡറേഷൻ ഡയറക്ടർമാരെയും കേസിൽ പ്രതി ചേർക്കും. കിട്ടുന്നവരൊക്കെ ഈ കുടത്തിൽ കൈയിട്ട് വാരിയിട്ടുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. സ്കൂട്ടർ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ അനന്തകൃഷ്ണനെ സ്കൂട്ടർ വിതരണത്തിനായി ചുമതലപ്പെടുത്തിയത് NGO കോൺഫെഡറേഷൻ. അന്വേഷണത്തിന്റെ ഭാഗമായി NGO കോൺഫെഡറേഷന്റെ ബൈലോയും മറ്റ് രേഖകളുമൊക്കെ പോലീസ് പിടിച്ചെടുത്തു. ആസൂത്രിത കൊള്ളയ്ക്ക് പിന്നിൽ NGO കോൺഫെഡറേഷനും അനന്തകുമാറിനും നേരിട്ട് പങ്കുണ്ട്. വിവിധ സ്ഥലങ്ങളിലെ NGOമാർ, പ്രൊമോട്ടർമാർ, അങ്ങനെ നിരവധി പേർ ഈ തട്ടിപ്പ് സംഘത്തിൽ കണ്ണികളായി. അവരാണ് ഗുണഭോക്താക്കളെ വ്യാപകമായി കണ്ടെത്തിയത്. അനന്തകൃഷ്ണൻ എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ചെറുതും വലുതുമായ ഏകദേശം 50ഓളം രാഷ്ട്രീയക്കാരുടെ പോക്കറ്റ് നിരന്തരം നിറച്ചുകൊണ്ടിരുന്നു. ഇയാളൊരു പൊളിറ്റിക്കൽ ഫണ്ടറാണ് എന്ന് പോലീസ് കണ്ടെത്തി. പല പരിപാടികളും സ്പോൺസർ ചെയ്തതിന് പുറമെ തെരഞ്ഞെടുപ്പ് ഫണ്ടും ഇയാൾ ഇഷ്ടം പോലെ വാരിക്കോരി നൽകി. നാട്ടുകാരുടെ കയ്യിലെ പണമല്ലേ, അതും 600-800 കോടി രൂപ. അതിൽ നിന്ന് 10-25 കോടിയെടുത്ത് രാഷ്ട്രീയ നേതാക്കളുടെ അണ്ണാക്കിൽ തള്ളിയാൽ അവർ മിണ്ടാതിരുന്നു കൊള്ളും എന്ന് അനന്തകൃഷ്ണന് വൃത്തിയായി അറിയാം. അതാണിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾ നടത്തി തട്ടിപ്പുകാരൻ മുങ്ങിയാൽ പണം പോയി എന്ന പേരിൽ അധികമൊന്നും പരാതികൾ വരില്ല എന്ന് ഇയാളും കണക്കുകൂട്ടി. മുൻനിര നേതാക്കളെയെല്ലാം ബാധിക്കുന്ന വിഷയമാണിത്. അതുകൊണ്ട് ആർക്കൊക്കെ പണം കിട്ടി എന്ന വിവരം പോലീസ് പുറത്തുവിടുന്നില്ല. അതിൽ CPM നേതാക്കളുണ്ട്, കോൺഗ്രസ് നേതാക്കളുണ്ട്, BJP നേതാക്കളുണ്ട്. എല്ലാവരും കൈയിട്ട് വാരി. ആർക്ക് എപ്പോഴെല്ലാം എത്ര തുക കൊടുത്തു എന്നതിൻ്റെ കൃത്യമായ രേഖകൾ പോലീസിന് ലഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN അനന്തകുമാർ മാസം 10 ലക്ഷം രൂപ വീതം അടിച്ചെടുത്തിരുന്നു. ഉദ്യോഗസ്ഥർക്കും പണം നൽകിയതിന്റെ തെളിവുകൾ പുറത്തുണ്ട്. വെള്ളിയാഴ്ച രാവിലെ മുതൽ പോലീസ് തുടങ്ങിയ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. കൃത്യമായ തെളിവുകൾ ലഭിച്ചതുകൊണ്ട് പണം വാങ്ങിയവരെ ചോദ്യം ചെയ്യാതെ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയില്ല. ആർക്കൊക്കെയാണ് തട്ടിപ്പിൽ നേരിട്ട് പങ്കാളിത്തമുള്ളത് എന്നതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പലരും അനന്തുവിനെ സഹായിച്ചത്. സാമ്പത്തിക വഞ്ചനാ കുറ്റങ്ങളിൽ പ്രതി ചേർക്കാൻ തട്ടിപ്പിലെ കൂട്ടുത്തരവാദിത്വം പ്രധാനമാണ്. തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയും ഇപ്പോൾ ശേഖരിക്കുന്നു. കേസ് CBIക്ക് കൂടി കൈമാറാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായ കണ്ടെത്തലുകളിൽ എത്തിച്ചേർന്ന സ്ഥിതിക്ക്. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിലാണ് ഈ പാതിവില തട്ടിപ്പ് അനന്തകൃഷ്ണൻ നടത്തിയത്. പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാം എന്ന വാഗ്ദാനം നൽകി കേരളത്തിലുടനീളം ഇയാൾ തട്ടിയെടുത്തത് 600 കോടിക്കും 800 കോടിക്കും ഇടയിൽ. പണം നഷ്ടപ്പെട്ട പലരും അപമാനം ഭയന്ന് ഇതുവരെ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് വാർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പണം നഷ്ടമായിട്ടുണ്ട്. അംഗങ്ങളിൽ നിന്ന് 60,000 രൂപ വീതം വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത്. 1,20,000 രൂപയുടെ സ്കൂട്ടർ തിരികെ നൽകാം എന്നതായിരുന്നു വാഗ്ദാനം. CSR ഫണ്ട് കിട്ടുമെന്നും ഈ ഫണ്ടിൽ നിന്ന് സ്കൂട്ടർ വിതരണത്തിനുള്ള ബാക്കി തുക കണ്ടെത്തുമെന്നുമൊക്കെയാണ് സംഘാടകർ വിശദീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടുമെന്നും ഇവർ പ്രചരിപ്പിച്ചു. തൊടുപുഴ സ്വദേശിയാണ് അനന്തകൃഷ്ണൻ. നൊടിയിടയ്ക്കുള്ളിൽ ഇയാളുടെ സാമ്പത്തിക വളർച്ച അത് നാട്ടുകാരെ ഏറെ അമ്പരപ്പിച്ചിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തട്ടിപ്പ് നടത്താൻ സീഡ് എന്ന പേരിൽ ചെറു സൊസൈറ്റികൾ രൂപീകരിച്ചു. പഞ്ചായത്ത് തോറും വാർഡ് അടിസ്ഥാനത്തിൽ പ്രൊമോട്ടർമാരെ നിയമിച്ചു. അവർ വഴി വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു പദ്ധതി സംബന്ധിച്ച വിവരങ്ങൾ കൈമാറി.
വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ CSR ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അതുവഴിയാണ് വാഹനങ്ങളും മറ്റു സാധന സാമഗ്രികളും പാതിവിലയ്ക്ക് നൽകുന്നത് എന്നുമായിരുന്നു അനന്തകൃഷ്ണൻ പ്രചരിപ്പിച്ചത്. സാമ്പത്തിക മാനദണ്ഡമില്ല, പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥരാകരുത്, വനിതകളിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കും. ഇത്തരത്തിൽ വ്യാപകമായ പ്രചരണം നടത്തി. 18-നും 35-നും ഇടയിൽ പ്രായമുള്ള ഡ്രൈവിംഗ് ലൈസൻസോ ലേണിംഗ് ലൈസൻസോ ഉള്ള ആർക്കും പദ്ധതിയിൽ അംഗമാകാം. 600 രൂപ ഗുണഭോക്തൃ വിഹിതവും 320 രൂപ അംഗത്വ ഫീസും 5900 രൂപ ഫെസിലിറ്റേഷൻ ചാർജും ഈടാക്കി. അക്ഷയ സെന്ററുകൾ വഴിയായിരുന്നു അപേക്ഷകൾ സ്വീകരിച്ചത്. അതത് NGO സംവിധാനങ്ങൾ ഇതിനുവേണ്ടി പൂർണ്ണമായി പ്രവർത്തിപ്പിച്ചു. 2019-ൽ അനന്തകൃഷ്ണൻ പാതിവിലയ്ക്ക് ഏലം കർഷകർക്ക് കാർഷിക ഉപകരണങ്ങളും വളവുമൊക്കെ നൽകിയായിരുന്നു പദ്ധതിയുടെ പരീക്ഷണ തുടക്കം. സംഗതി വിജയമെന്ന് കണ്ടതോടെ ഇയാൾ തന്റെ പദ്ധതി വിപുലീകരിച്ചു. ഈ കാലയളവിൽ ഇയാൾക്കെതിരെ പണം കടം വാങ്ങി വഞ്ചിച്ചുവെന്ന കേസ് നിലവിൽ വന്നു. തേയില വ്യാപാരത്തെ തുടർന്നുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉയർന്നതും ഇതേ കാലഘട്ടത്തിൽ. തട്ടിപ്പുകാരനും വഞ്ചകനുമായി അറിയപ്പെട്ട അനന്തകൃഷ്ണൻ ആദ്യം മുങ്ങി. പക്ഷെ പിന്നെ പൊങ്ങിയത് കോടികളുമായി. ഇടുക്കി കുടയത്തൂർ കോളപ്ര കേന്ദ്രമായി സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ NGO രൂപവൽക്കരിച്ചാണ് അനന്തുവിന്റെ തുടക്കം. ഇടുക്കിയിൽ മാത്രം ഒതുങ്ങി നിന്ന പ്രവർത്തനം 2022-23 സീഡ് എന്ന പേരിൽ പ്രാദേശിക സൊസൈറ്റികൾ രൂപവൽക്കരിച്ച് തൊടുപുഴയിലേക്കും മൂവാറ്റുപുഴയിലേക്കും വ്യാപിപ്പിച്ചു. പിന്നാലെ കോട്ടയം കടന്ന് അങ്ങ് പാറശാല വരെ പറന്നെത്തി. 24 ആയപ്പോഴേക്കും കേരളമൊട്ടാകെ നാഷണൽ NGO ഫെഡറേഷൻ എന്ന സംഘടനയുടെ പേരിൽ നാഷണൽ കോർഡിനേറ്റർ എന്ന മേൽവിലാസം ഉപയോഗിച്ച് ഇയാൾ തന്റെ പദ്ധതി വ്യാപിപ്പിച്ചു. 2022 മുതൽ തയ്യൽ മെഷീൻ, ഹോം അപ്ലയൻസ്, വാട്ടർ ടാങ്ക്, ലാപ്ടോപ്പ്, സ്കൂട്ടർ, വാട്ടർ പ്യൂരിഫയർ തുടങ്ങിയവ പാതിവിലയ്ക്ക് നൽകും എന്ന് പ്രഖ്യാപിച്ചായിരുന്നു പണപ്പിരിവ്. 1,20,000 രൂപയുടെ സ്കൂട്ടർ 60,000 രൂപയ്ക്ക് ലഭിക്കും എന്ന പേരിൽ ഓണക്കാലത്ത് 3,500 രൂപയുടെ ഓണക്കിറ്റ് 1,750 രൂപ വാങ്ങി ഇയാൾ നൽകുമെന്ന് പ്രഖ്യാപനം നടത്തി പണം പിരിച്ചു. എന്നാൽ ഓണക്കിറ്റ് ഇയാൾ നൽകാതെ വന്നതോടെ പ്രൊമോട്ടർമാർ തന്നെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് കിറ്റുകൾ ഉപഭോക്താക്കൾക്ക് നൽകി. സാധാരണ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ ഉന്നമനം എന്ന പേരിൽ ഓമനപ്പേരിട്ട് ചില ടൈറ്റിലുകൾ നൽകിയായിരുന്നു ഇയാളുടെ മാർക്കറ്റിംഗ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന മട്ടിൽ ഇയാൾ പ്രചരണം കൊഴുപ്പിച്ചു. നാഷണൽ NGO ഫെഡറേഷന്റെ ബാനറിലായതോടെ കൂടുതൽ വിശ്വാസ്യതയും വന്നു. CSR ഫണ്ട് എന്താണെന്ന് പോലും അറിയാത്ത സാധാരണ ജനങ്ങളെ വലിയ വലിയ കുത്തക മുതലാളിമാർ സംഭാവന നൽകുന്ന പണം നമുക്ക് ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറ്റിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 64 സീഡ് സൊസൈറ്റികൾ ഇയാൾ രൂപീകരിച്ചു. കുറച്ചുപേർക്ക് ജനപ്രതിനിധികളെ കൊണ്ട് വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ വിതരണം ചെയ്ത് അതിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണവും നടത്തി. സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ചില ഫോട്ടോകൾ പ്രത്യക്ഷപ്പെട്ടതോടെ കൂട്ടത്തോടെ ഇയാളെ ആളുകൾ വിശ്വസിച്ചു. തൊടുപുഴ, ഈയാട്ടുമുക്ക്, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സ്, കളമശ്ശേരിയിലെ പ്രൊഫഷണൽ സർവീസ് ഇന്നവേഷൻ, ഗ്രാസ് റൂട്ട് ഇന്നവേഷൻ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് പണം ഏറെയും വന്നത് എന്ന് പോലീസ് കണ്ടെത്തി. അനന്തകൃഷ്ണന്റെ 21 ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു. ഈ അക്കൗണ്ടുകളിലൂടെ മാത്രം 400 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഇയാൾ നടത്തി. ഞായറാഴ്ച എറണാകുളം കടവന്ത്ര ജംഗ്ഷനിൽ ഇയാൾ താമസിച്ചിരുന്ന 2 ഫ്ളാറ്റുകളും കടവന്ത്രയിൽ അനന്തകൃഷ്ണന്റെ ഓഫീസായി പ്രവർത്തിച്ച സോഷ്യൽ ബി വെഞ്ചേഴ്സുമൊക്കെ പോലീസ് സീൽ ചെയ്തു. അനന്തകൃഷ്ണന്റെ ചില വാട്സാപ്പ് ചാറ്റുകൾ പോലീസ് ശേഖരിച്ചു. പല രാഷ്ട്രീയ നേതാക്കളുമായും ഇയാൾ കടുത്ത ബന്ധമുണ്ട്. പലർക്കും പണം നൽകിയിരിക്കുന്നു. 2023 അവസാനം ആരംഭിച്ച സ്കൂട്ടർ വിതരണ പദ്ധതി പ്രകാരം ഇനിയും ആയിരക്കണക്കിന് സ്കൂട്ടർ വിതരണം ചെയ്യാൻ കിടക്കുന്നു. ഒരുപാട് തട്ടിപ്പുകൾ കണ്ടിട്ടുള്ള കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിത്തെറിച്ചു നിൽക്കുകയാണ് ഏകദേശം 800ഓളം കോടിയുടെ ഈ മഹാക്കൊള്ളയിൽ. രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു. അതുകൊണ്ട് തന്നെ അനന്തകൃഷ്ണനെ ഇനി പോലീസ് പിടിച്ചകത്തിട്ടാലും ഈ പണം എവിടെ പോയി എന്ന ചോദ്യം ബാക്കിയാവും. വലിയ കൊള്ള, അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കഥകൾ പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം തന്നെ വേണ്ടിവരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.